പപ്പ എന്തിവിടെ? നമ്മുടെ വീടല്ലേ, എനിക്കിവിടെ വരാൻ പാടില്ലേ? അതല്ല ഇത്ര രാവിലെ എന്തിനാ ഇവിടെ വന്ന് തട്ടിക്കൊണ്ടിരിക്കണേന്ന്? രാവിലെയാ? എടാ നേരം വെളുത്തിട്ട് എത്ര സമയം എന്നറിയാമോ? ഓഫീസിൽ പോകാനുള്ള സമയമൊക്കെ ആയി. ഇപ്പോഴേയാ? പിന്നെ മമ്മി അവിടെ എപ്പോഴാ ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കണമെന്നാ. പെട്ടെന്ന് റെഡിയാ, ഓഫീസിൽ പോകാൻ നോക്ക്. അല്ല, ഓഫീസിൽ പോണോ വേണ്ട എന്തെങ്കിലും ആലോചിക്കുക. അതെന്തിപ്പോ അങ്ങനെ ഒരു ആലോചന? അല്ല പപ്പ, അമൽ സാറിന്റെ ബിഹേവിങ് എങ്ങനെയായിരിക്കും നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. അത് സ്പെഷ്യൽ ഗിഫ്റ്റ് വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ അവിടെ? ഗിഫ്റ്റ് അല്ല, അവൻ എന്ത് പണിയാണ് തരണമെന്ന് അറിഞ്ഞില്ല. ആകെ ഒരു ചടിപ്പ്. എടേ ചുമ്മാ എടേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അല്ല, ഇപ്പൊ അവിടെ ചെന്നെങ്കിലേ അറിയത്തുള്ളൂ ജോലി അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതല്ലേ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലി നോക്കാന്നേ. പിന്നല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നെന്തിന്? ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് നീയേ. കാര്യങ്ങളൊക്കെ എന്തായാലും അമൽ അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പണി തരാനാണെങ്കിൽ 1 മാസം മുമ്പേ അമൽ ഈ വിഷയം അറിഞ്ഞാണ്. ഇതുവരെ ആയിട്ട് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ധൈര്യം ഇടയിലടേ. ഡേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്റെ പപ്പയോടെ നിൽക്കില്ലേ, കട്ടൊക്കെ നിൽക്കും. പെട്ടെന്ന് റെഡിയാവും. പിന്നെ അല്ല പിന്നെ പോണം. പോണ്ടേ പിന്നെ പെട്ടെന്ന് റെഡി കേട്ടോ മോളെ. എല്ലാരും എന്തെങ്കിലും നോക്കുന്നേ? നീ എന്തിനാ ഞങ്ങളിങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. അമൽ സാർ വന്നില്ലെന്ന് തോന്നല്ലോ. അല്ല, നിങ്ങളെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന ഒരുമാതിരി വെക്കേഷൻ കഴിഞ്ഞ് പിള്ളേര് പരീക്ഷ പേപ്പർ കിട്ടി നോക്കിയിരിക്കും പോലെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ട്രെക്കിങ്ങിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നടാ? അയ്യോ, സാറിന് ട്രെക്കിങ്ങിന് പോയിട്ട് പനി പിടിച്ചു. അങ്ങനെ അത് പോയോണ്ട് പനി പിടിച്ചല്ല. ഞാൻ മലയുടെ മുകളിൽ കയറുന്ന പോമാര് പറഞ്ഞ് താഴോട്ട് നോക്കലെന്ന്. ഞാൻ ഒന്ന് നോക്കി, അപ്പൊ ചെറുതായിട്ടൊന്ന് വിറച്ചല്ല, പേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പനിയും വന്നു, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ പേടിച്ചു പനി പിടിച്ചു. പിന്നെ എന്തിനാടാ നീ ട്രെക്കിംഗ് എന്ന് പറഞ്ഞു പോയത്? എടി, ആ പേര് കേട്ടപ്പോ ഒരു ഗത്ത് ഫീൽ ചെയ്തു. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് എന്റെ കാലൊക്കെ പപ്പടമായി. വെറുത്തുപോയി ആ പേര് എന്റെ. അല്ല, നീ എറണാകുളത്ത് പോയാൽ എന്തായി? എന്താവാൻ, അവിടെ ചെന്നപ്പോ അവിടെ ഉള്ളവർക്കൊക്കെ അവളെ നന്നായിട്ട് അറിയാം. ഇത്ര നാൾ വർക്ക് ചെയ്ത് എന്നെ ആർക്കും അറിഞ്ഞൂടാ. നിനക്ക് നിന്റെ വീട്ടുകാർക്ക് പോലും നിന്നെ തിരിച്ചറിഞ്ഞൂടാ. അപ്പോഴാണ് നീ ഓടാ പനി പിടിച്ചവനെ. നീ ശ്രീനിസാറിനെ കണ്ടില്ലേ? ശ്രീനിസാറിനെ കണ്ടായിരുന്നോ? ശ്രീനിസാറിനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങേരോടൊന്നും സംസാരിക്കണം ആ പെണ്ണൊന്ന് അവസരം തരണ്ടേ? ചെന്നപ്പം മുതലാ ശ്രീനിസാറിന്റെ അടുത്ത് വർത്താനം പറിച്ചിട്ട് അവിടെ വന്ന സകല ആൾക്കാരെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അഥവാ ആരെങ്കിലും അതിനെ കൂടെ അറിയാത്തവരുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് ചെന്ന് അവരോട് വർത്താനം പറഞ്ഞോളൂ. പിന്നെ കാണുന്ന പോലല്ല കേട്ടോ അവള് ഭയങ്കര സംഭവമാണ്. അത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും എല്ലാം ജെസ്സിനെ പറ്റി തന്നെ ആയിരുന്നു വർത്താനം. എന്നെ കുറിച്ച് എന്ത് പറയാനാ? നല്ലതാണോ ഇവിടെ പറഞ്ഞേ? പിന്നെ നല്ല ഗംഭീര കുറ്റം പറഞ്ഞോണ്ടിരുന്നേ. സത്യം പറഞ്ഞല്ലോ, അത് കേട്ടാ ശരിക്കും നിന്നോട് വെറുപ്പ് തോന്നും കേട്ടോ. കൺവീൻസ് ചെയ്യാൻ അവളെ കഴിഞ്ഞിട്ടുള്ള ആളേ ഉള്ളൂ. 2-3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ? വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എല്ലാവർക്കും? ചെയ്തോണ്ടിരിക്കായിരുന്നു. പണി എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് മനസ്സിലായി. ഈ കളിയും ചിരിയും തമാശയൊക്കെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മതി കേട്ടോ. എല്ലായിടത്തും കൂടെ ഉണ്ട്. സാറൊന്ന് ഭയങ്കര കലിപ്പിലാണല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറം മാറും. എന്തായാലും ഒന്ന് പോയി കാണാം. ഇപ്പോഴോ? ഈ മൂഡിൽ അയാൾ വേറെ പറഞ്ഞാലോ? പറഞ്ഞേ പറയട്ടെ, നമുക്ക് എന്തായാലും പോയി കാണാം. ഇനി വയ്യേ.